ഇന്ന് തമിഴ്നാട് സ്റ്റൈല് ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലേവർഫുൾ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ നമുക്ക്. ബിരിയാണിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ മസാലയാണ്. അതിനുവേണ്ടി 1 ടീസ്പൂൺ കുരുമുളക്, ഇത് കൽപ്പാസിയാണ്, കുറച്ച് കൽപ്പാസി, പിന്നെ 5 ഏലക്ക, 3 ഗ്രാമ്പു, ഇത് സ്റ്റാറാണ്, ഏകദേശം 1.5 സ്റ്റാർ ഉണ്ട് കേട്ടോ. പിന്നെ പട്ട 2 ഇഞ്ച് വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. ഈ സ്പൈസസ് ഇതേ കണക്ക് തന്നെ ചൂടാക്കിയിട്ട് പൊടിച്ചാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ ടേസ്റ്റ്. നല്ലപോലെ ചൂടായി ആ സ്പൈസസിൻ്റെ അരോമയൊക്കെ വരുമ്പോൾ നമുക്കിതൊരു മിക്സിയിലിട്ട് പൊടിക്കാം. ഈ പാനിലേക്ക് തന്നെ നമുക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഗീ ആട്ടോ ആഡ് ചെയ്യുന്നത്. അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സവോള ഉണ്ട്, അത്യാവശ്യം വലിയൊരു സവോള എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റാൽ മതി, ഭയങ്കരമായിട്ട് വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ആയാൽ മതി. സവോള ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ഒന്ന് സോഫ്റ്റ് ആവട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ജസ്റ്റ് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച 1 പിടി മല്ലിയില, 1 പിടി പുതിനയില ആട്ടോ ഇത്, അത് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഓവർനൈറ്റ് മസാലയൊക്കെ പുരട്ടി വെച്ചാണ് കേട്ടോ. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കനിൽ പുരട്ടി വെച്ച കാരണമാണ് നമ്മൾ മസാലയിൽ ഇപ്പോൾ ചേർക്കാഞ്ഞത്. ഇത് ഞങ്ങൾ 3 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ചെടുത്ത് മില്ലറ്റ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ബാക്കി അരി വെച്ച് തന്നെ ബസ്മതി റൈസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചിക്കൻ എല്ലാം കൂടെ മിക്സ് ചെയ്യാം. നേരത്തെ പൊടിച്ച് വെച്ച ആ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ഫൈനായിട്ട് പൊടിക്കാൻ പറ്റുമെങ്കിൽ പൊടിക്കുക, പക്ഷെ ഇച്ചിരി പാടാണ്. അങ്ങനെ കുറച്ച് എമൗണ്ട് അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അത് കാരണം പൊടിച്ചെടുക്കാൻ ഇച്ചിരി പാടുണ്ട്. പറ്റുന്ന കണക്ക് പൊടിച്ചെടുക്കാം. ഞങ്ങൾ നല്ല മിക്സ് ചെയ്യാം. ഇന്ന് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റുന്നുണ്ട് മില്ലറ്റ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അരി ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് അരിയാണ്, 250 ml ഉള്ള കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തത്. ഇത് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 250 ml ഉള്ള ഒരു പാത്രത്തിൽ 1 കപ്പ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 2 പേർക്ക് കഴിക്കാനുള്ള റൈസ് കാണും കേട്ടോ. അളവറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞ. ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ. നമ്മുടെ ബിരിയാണി റെഡിയായി. എന്താ, ഒരു പ്ലേറ്റിലിടാം, സാലഡ് കൂട്ടാം, ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ഇടാം, എന്നിട്ട് കഴിക്കുക. അപ്പം ശരി, ബൈ.